ചൂസ് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് ആണെങ്കിൽ ഒന്നെ ഇഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട് വാങ്ങാൻ പോകുന്നു. ഈ ഭാഗം കണ്ടില്ല, ഇത് എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല. 65 കിലോമീറ്റർ ഉണ്ട് ഡ്രൈവ് ചെയ്തിട്ട് അവിടെ എത്താൻ പറ്റുന്ന കാര്യം. ഒരു കുഞ്ഞു ഗ്യാപ്പാണ്, എവിടെ തട്ടോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ഒരുപാട് ഓർമ്മ നമ്മൾ ലൈഫിൽ തേർഡ് പേഴ്സണിന്റെ യാതൊരു സംസാരം ഇവിടെ കേട്ടാൽ ഇവിടെ വിടുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളെ ഫാമിലി എപ്പോഴും ഇങ്ങനെ തന്നെ. നിങ്ങൾ ഒരിക്കലും വെൽക്കം ബാക്ക് ടു മലബാർ മൊഞ്ചത്തി യൂട്യൂബ് ചാനൽ. അത് കാറിലുണ്ട്, അതുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഞാനും ഉമ്മ മക്കളായിട്ടൊരു സോളോ ട്രിപ്പാണ് കേട്ടോ. ഇൻഷാല്ല സോളോ ട്രിപ്പ് പോവാൻ മൊയ്സ് വരുന്നുണ്ട്. രാവിലെ 6 മണിക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. മൊയ്സ് ചെറുപ്പിട്ട് മൊയ്സ് കട്ടിച്ചാണോ? ഞാൻ സംസാരിച്ചൊരു കാര്യം മറന്നു കേട്ടോ. പൈസ എടുക്കാൻ മറന്നു. പൈസ വേണമല്ല, അതാണ് പറഞ്ഞത്. ഓർമ്മശക്തി കുറവൊന്നും. ടോൾ ഗേറ്റാണ് കേട്ടോ, നമ്മളെ തലപ്പാടി ടോൾ ഗേറ്റാണ്. 2 മിനിറ്റ്സ് നിൽക്കണം. എനിക്ക് വയ്യാതായിക്കണം കേട്ടോ. 2 മിനിറ്റ്സ് നിൽപ്പിക്കും. അതിൻ്റെ എമൗണ്ടൊക്കെ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. 70 റുപ്പീസ് എന്താ കട്ടാവുന്നുണ്ടോ പോവാണ് വരാണ്. ഞാൻ വരുമ്പോൾ ടോൾ ഗേറ്റ് ഇതായിട്ട് ഷോർട്ട് കട്ട് വേല വന്നതാണ്. അപ്പോൾ ടോൾ ഗേറ്റ് കിട്ടിയില്ല. ഇപ്പോൾ പോകുമ്പോഴാണ് ഞാൻ ഹൈവേ ആയിട്ട് പോകുന്നതാണ്. കണ്ടോ, തലപ്പാടി ഹൈവേ കണ്ടില്ലേ? നല്ല രസമാണ് കാണാൻ. ഈ ഹൈവേയിലൂടെ ഡ്രൈവിങ് ചെയ്യുമ്പോണ്ടല്ലോ എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. കണ്ടോ? അപ്പം നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. പാർക്കിംഗ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എനിക്കും എൻ്റെ ഫാമിലിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാ വെച്ചിട്ട് ഞാനും മൊയ്സാണ് കേട്ടോ ഫിസ മോളിൽ വരുന്നത്. വണ്ടിയിൽ ഇരിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊന്നും സാധനം ആവശ്യമുണ്ടായിരുന്നു, കാരണം നാളെ ബാംഗ്ലൂർ പോവല്ലേ. അപ്പോൾ എന്തായാലും ഇന്നെന്തെങ്കിലും കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. പ്രൊസീജിയറാണ് കേട്ടോ, ഇത് ചെയ്തില്ലെങ്കിൽ പറ്റുള്ളൂ. മൊബൈൽ മൊയ്സ് നോക്കുന്നതാണ് എന്താ ചെയ്യുന്നതെന്ന്. മൊയ്സിക്ക് ബാഗുണ്ടാ? അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് മൊയ്സിൻ്റെ ഹെയർ ഒക്കെ കട്ട് ചെയ്യണമെന്ന്. പക്ഷേ ഹെയർ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ബാംഗ്ലൂർ പോയിട്ട് കട്ട് ചെയ്യണമെന്ന്. പിസ്സ മോളിലാണ്. കണ്ടോ, നമ്മളൊക്കെ ലോക്കൽ ഷോപ്പിലാണ് പോകുന്നത്. സിൽവർ ഷോപ്പ് കാണാനായിട്ട് വന്നത്. എനിക്കൊരു ഇയർ ഷെഡ് വേണമായിരുന്നു. അപ്പോൾ ഷെഡ് വാങ്ങുന്നതിൽ ഏതെങ്കിലും ഇത് സിൽവറാണ് കേട്ടോ, സൂപ്പറായിരുന്നു. പിന്നെ ഇതൊന്ന് രസമുള്ളത് പോലെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ 3 ഏതെങ്കിലും ചെക്ക് ചെയ്യും. കുറച്ച് സൂപ്പർ പോലെ കാണുന്നുണ്ട്. ഓക്കെ, നോക്കാം. കണ്ടല്ലോ, ചെറുതാണ് പക്ഷെ ഓക്കെയാണ്. എനിക്ക് ഇങ്ങനത്തെ റിങ് ഇഷ്ടമാണ് കേട്ടോ. ഇത് ചെറുതാണുണ്ട് കേട്ടോ. ഓക്കെ, 2 എണ്ണം ശരി നോക്കാം. രണ്ട് ചെവിൽ വീഡിയോ യൂസ് ചെയ്തപ്പോൾ കുറച്ച് വലുപ്പമായിട്ട് അതിൻ്റെ ഇത് ಯಾವುದು ಇದು? ನಾನಿಲ್ಲಿ ಒಂದು ಬಟರ್ಫ್ಲೈ ಥರ ಒಂದು ನೋಡಿದ್ದೇನೆ. ಅದು ಯಾವುದ್ರಲ್ಲಿ? ಬಟರ್ಫ್ಲೈ ಥರ. ಹಾಂ, ಇದಾ? ಓಕೆ. ഓക്കെ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊന്ന് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിലൊന്ന് ഞാൻ നോക്കട്ടെ ഇട്ടിട്ട് യൂസ് ചെയ്തിട്ട് ഉള്ളത്. ഇതൊക്കെ പെട്ടെന്നുള്ള തോന്നുന്നത് സ്നൈസാണ്. വരുമ്പോൾ ഏത് വേണമെങ്കിൽ ഏതെങ്കിലും നമ്മൾ ചൂസ് ചെയ്തിട്ട് ഗോൾഡ് ആണെങ്കിൽ ഒന്നെ ഇടണം. ഇത് നൈസാണ്, കണ്ടില്ലേ? നൈസാണ് കാണാൻ. ഇത് നോക്കട്ടെ,
ഇഷ്ടപ്പെട്ടില്ല. ഫ്ലവർ ടൈപ്പാണ്. എനിക്ക് ഫ്ലവർ ടൈപ്പ് ഇഷ്ടമല്ല. എനിക്ക് ബട്ടർഫ്ലൈ പിന്നെ സ്നേക്ക് ടച്ച് അങ്ങനത്തതൊക്കെ ഇഷ്ടമാണ്. ಇದು ಹೋಗೋದಿಲ್ಲಲ್ಲ, ಸರ್ವಿಸ್ ಎಲ್ಲ ಇದೆ ಅಲ್ಲ. ಇದರಲ್ಲಿ ಹೀಗೆ ರೌಂಡು ತಿರುಗಿಸೋದು ಆ ರೀತಿ ಬರೋದಿಲ್ಲಲ್ಲ ಇದರಲ್ಲಿ. ഇത് ಗಟ್ಟಿ ನಿಲ್ಲುತ್ತಾ? ಮಿಸ್ ಆಗಲ್ಲ, ನಿಲ್ತದಲ್ಲ. ഓക്കെ. അപ്പോൾ ഞാൻ ഫൈനലി ഞാനിതാണ് കേട്ടോ വാങ്ങിയത്. അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഇട്ടിട്ട് പേഴ്സണലി രണ്ടും വെച്ച് കാണിക്കാം. ഇഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട് വാങ്ങാൻ പോകുന്നു മൊയ്ഫല് അല്ലേ മൊയ്ജ? എനിക്ക് ഇയറിംഗ് ഇടുന്ന ഇതില്ല കേട്ടോ, ശീലമില്ല. പക്ഷെ ഉമ്മ എപ്പോഴും എൻ്റെ അടുത്ത് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും, ഇയറിംഗ് ഏതെങ്കിലും യൂസ് ചെയ്യുക. മറ്റേ സൂപ്പർ. ബേഡ് സൂപ്പറാണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് വാങ്ങാം നമുക്ക്. ഫൈനൽ ഞങ്ങൾ ടാറ്റ മോട്ടോർ തുടങ്ങാൻ കേട്ടോ. അത് വണ്ടിയൊക്കെ കുറച്ച് തട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ വണ്ടി തട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശരിയാക്കാൻ 15 days എടുത്തു ശരിയാക്കാൻ. ഇപ്പം ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. കാർ ഷോറൂം വന്ന് എന്താണെന്നറിയോ, ഒന്ന് ഇതാ ഇവിടെ സ്ക്രാച്ചസ് ആയിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങൾ ശരിയാക്കണം. പിന്നെ വണ്ടി പുതിയ വണ്ടിയാണല്ലോ, എടുത്തിട്ട് 11 months ആയിട്ടില്ല. അപ്പോഴേക്കാണ് ഈ ഭാഗം കണ്ടില്ല. ഇത് എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നാണ് കേട്ടോ ഞാൻ സർവീസിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് എൻ്റെ കയ്യിലാണ് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത്. അപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് ഞാൻ പുതിയ ഡ്രൈവറാണ്. പക്ഷെ എനിക്ക് അബദ്ധം പറ്റിയത് വളരെ ലേസി എന്നല്ല. ഓക്കെ, ഫുഡ് അതെ. അപ്പോൾ ഗൈസ്, അത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം കേട്ടോ. അത് വളരെ പാനിക് ആൻഡ് ടെൻഷനുള്ള സമയത്താണ് ഞാൻ വണ്ടി എടുത്തത്. എല്ലാവരും പറയുന്നില്ല ടെൻഷനുള്ള സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ വണ്ടി വെച്ചിട്ട് വണ്ടിൻ്റെ പെയിൻറ്റ് കാര്യങ്ങൾ പിന്നെ ഡോർ ചേഞ്ച് ആക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഡോർ ഓർഡർ ചെയ്തിട്ട് 10 days ആയി, ഡോർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഡോറൊക്കെ വന്നു. അപ്പോൾ അത് ഫിക്സൊക്കെ ചെയ്തിട്ട് അതായത് ബ്ലാക്ക് കളർ ഡോറിലാണ് അത്ര വരുന്നത്. അപ്പോൾ അത് വൈറ്റ് കളർ പെയിൻറ്റൊക്കെ കൊടുത്തിട്ട് സർവീസൊക്കെ ആകുമ്പോൾ ഒരു 7 to 8 days എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് 3rd കിട്ടും. ഞാൻ ഇന്ന് 25th കൊടുക്കുന്നത്. 3rd കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഡോറിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ആവട്ടോ. പക്ഷേ ഞാൻ പുറത്തുനിന്ന് നോക്കാം, അവർ ഡോറിൻ്റെ ഡാമേജൊക്കെ എടുത്തിട്ട് പെയിൻറ്റൊക്കെ കൊടുക്കുമ്പോൾ അവിടെ 11-12,000 രൂപ ഗ്യാരേജിൽ പറഞ്ഞു. അപ്പോൾ അണിയൻ പറഞ്ഞു അത് വേണ്ട, നീ ഇവിടെ തന്നെ കൊടുത്തു, ഇൻഷുറൻസ് ക്ലെയിം ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ ഇതിൽ ക്ലെയിം ആക്കിയാൽ വണ്ടിക്ക് ഒരു പ്രോബ്ലം വരും. അത്ര നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ നമ്മൾ വണ്ടിക്ക് വാല്യൂ ഉണ്ടാവില്ല. ആ ഡോർ ചേഞ്ച് ആയതൊക്കെ വരുന്ന. അപ്പോൾ ഡോറ് എങ്ങനെ പോയതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗേറ്റ് തട്ടിയത്. അത് ഞാൻ വീട്ടിൽ പറയാം എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ പുറത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അനിയൻ പറഞ്ഞു വേണ്ട, ഡോർ ചേഞ്ച് ചെയ്തോ, ഇൻഷുറൻസ് ക്ലെയിം ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇൻഷുറൻസ് ക്ലെയിം ആക്കാൻ ഇവിടെ ഡോറൊക്കെ ഓർഡർ ചെയ്തത്. പിന്നെ സൈഡ് പെയിൻറ്റ് അത് ഇൻക്ലൂഡഡ് അല്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അത് നമ്മൾ എക്സ്ട്രാ ചാർജസ് കൊടുത്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓട്ടോ പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടത്. പിന്നെ ഫുഡ് ഞാൻ ആരും കഴിച്ചിട്ടില്ല. ഫറങ്കിപ്പേട്ടയ്ക്ക് എത്ര അവിടെ? 10th മൈൽ 150 250 പോയാ 10 സങ്കടം ഉണ്ടല്ലോ, വെയിലല്ലേ. വെയിലത് തടെ തീരത്ത് വെയിലിട്ട് അങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടി. വേറെ ഹോട്ടലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ വണ്ടിക്ക് എന്താ പറ്റിയത്, എങ്ങനെ ഇത് സംഭവിച്ചത് ഒക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം. ഇപ്പം ഞാൻ പറയാനുള്ള എനർജി ഇല്ല കേട്ടോ. അത്രയ്ക്ക് ഞാൻ ടയർഡാവാണ്. ചൂടും കണ്ടില്ല, ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇവിടുത്തെ ചൂട് 40 degree ആണെങ്കിൽ ആ ചൂട് അടിച്ച് ഉമ്മക്ക് 90 degree ആവുന്നു ചൂട്.
അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ വെച്ചിട്ട് ഗോയിങ് വന്നെത്തുമ്പോഴാണ് ഉച്ച 1 മണിക്ക്. ഇപ്പോൾ ഫുഡ് ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം വീട് ഷിഫ്റ്റിംഗ് അത് ഇതൊക്കെയാണ്. അത് ഇന്ന് രാത്രി തന്നെ നമ്മൾ ബാംഗ്ലൂരും പോകുന്നുണ്ട്. അതിൻ്റെ ലോക്ക് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടെ, ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ബാംഗ്ലൂർ പോകുന്ന ലോക്ക്. അപ്പോൾ ബാഗൊക്കെ പാക്ക് കഴിഞ്ഞിരിക്കണം. എനിക്ക് വീട് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. എന്താ മൊയ്സിനെ രാവിലെ ഞാൻ ഉറങ്ങിയ കുട്ടീനെ ഉണർത്തി കൂട്ടി പോയതാണ്. അത് അവർക്ക് ഇപ്പോൾ വരുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു നോക്ക്. ഫുള്ള് ടയർഡ്, ഇതുവരൊക്കെ ഉറങ്ങിച്ചതായിരിക്കും ഇപ്പോൾ. അപ്പോൾ റബ്ബ് വീടൊക്കെ കണ്ടില്ലേ, ഇത് വീടൊക്കെ എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് ഗൈസ് കണ്ട. ഇതൊക്കെ ഇത് ബാംഗ്ലൂർ പോകാനുള്ള പാക്കിംഗ് ആണ് കേട്ടോ. ബാംഗ്ലൂർ പോകാനുള്ള ഡ്രസ്സ് എല്ലാം ആക്കിക്കണം ആൻറ്റി. ഇത് ഞാൻ ഷിഫ്റ്റിങ്ങിൻ്റെതാ. എല്ലാം കവറിലെന്താ അറിയോ, കവറിലെന്താ നമ്മൾ പാക്കിങ് ചെയ്യുന്ന അറിയോ, നമ്മൾ പുതിയ ഹൗസ് പോയാൽ കാർട്ടൂൺ, അതായത് ഏതെങ്കിലും നമ്മൾ ബോക്സിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ അവിടെ ബോക്സ് കല്യാണമില്ല, വേസ്റ്റ് കല്യാണമില്ല, പ്രോബ്ലം ഉണ്ട്. എല്ലാ സ്ഥലത്തും വേസ്റ്റ് കല്യാണമുള്ള പ്രോബ്ലമാണ്. അപ്പം നമ്മൾ ഈ ഒരു കവറിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ കവറും യൂസ് ആവും, ഇല്ലെങ്കിൽ വേസ്റ്റിൽ കല്യാണം ഈസിയാണ്. അതുകൊണ്ടായിട്ട് കവറിലൊക്കെ നമ്മൾ പാക്കിങ് ചെയ്തത്. ഓ കുട്ടികളെന്താ ഇവിടുന്ന് പൊട്ടു ടോയ്സ് ഒക്കെ ബാംഗ്ലൂർ കൊണ്ടുപോകണം. എന്തിനാണ്? അവിടെ അവളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ട്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആവശ്യമില്ല. അവിടെ ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അവൾ പറയുന്നത് എല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവിടുന്ന് പൊട്ടു സ്ലട്ടൂസ് എന്താ പറയുക ബാഗൊക്കെ അവിടെ കൊണ്ടുപോകുന്നു. മീൻസ് എന്താണ് ടോയ്സ്. 1:30ക്കാണ് ഇഡ്ഡലിയും ഈ ബീഫ് കറി ഇഡ്ഡലിയും ചായ കുടിക്കുന്നത്. ഒരുപാട് ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വണ്ടിക്ക് എന്താ പറ്റിയെന്ന്. ഉമ്മ ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടാൽ വിചാരിക്കും ഈ വണ്ടിക്ക് എന്താ പറ്റിയെന്നാണ്. എല്ലാവരും റെഡി ആവുന്ന ഒരു പ്ലാനിലാണ്. അതായത് ഇന്ന് രാത്രിയാണ് കേട്ടോ ബസ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ വീഡിയോസിൽ ഞാൻ എൻ്റെ ബാംഗ്ലൂർ ട്രാവലാണ് ഉൾപ്പെടുത്തുന്നില്ല. ബാംഗ്ലൂരിൻ്റെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാന്നുള്ളത്. അപ്പോൾ വണ്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, വൺസ് upon a time സ്റ്റോറി പറയുന്ന പോലെ പറയാം, എൻ്റെ കുട്ടികൾ സ്കൂളിലായിരുന്നു, അവർക്ക് എക്സാം നടക്കായിരുന്നു ആ സമയത്ത്. സോ എൻ്റെ ഹസ്ബൻഡിൻ്റെ, അതായത് കുട്ടികളെ ഉപ്പാൻ്റെ ഉമ്മാണ് മൗത്തായിരുന്നു, മരിച്ചത്. സോ അവർ രാവിലെ 7 മണിക്ക് ഒരുപാട് എന്നെ കോൾ വിളിച്ചിട്ട് ഞാൻ കോൾ റിസീവ് ചെയ്തിട്ടില്ല. കാരണം കുട്ടികൾ ഇറങ്ങുമ്പോൾ രാത്രി എൻ്റെ മൊബൈൽ സൈലൻ്റ് ആയിരിക്കും. രാവിലെ ഞാൻ മൊബൈൽ നോക്കാറില്ല. കുട്ടികളെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, അതിൻ്റെ ഒരുപാട് ബിസിലായിരിക്കും ഞാൻ ഇരിക്കുന്നത്. അവർ കുട്ടികൾ സ്കൂളിലേക്ക് അയച്ച ശേഷമാണ് 9 o'clock ശേഷമാണ് ഞാൻ മൊബൈൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുന്നത്. അത്ര അവർ ടിഫിൻ റെഡിയാക്കുക, അവർ സ്കൂൾ റെഡിയാക്കുക, എക്സാം ടൈമിൽ അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബിസിലായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ മൊബൈലിലും അതുപോലെ തന്നെ 20-25 കോൾസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ടെൻഷനാണ്. കാരണം അവർ വിളിക്കാത്ത ആൾക്കാർ 20 times എൻ്റെ മൊബൈലിൽ അവരുടെ മൊബൈലൊക്കെ വിളിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമായതെന്ന് വിചാരിച്ചിട്ട് ഞാൻ 9-9:30 ആകുമ്പോഴാണ് ഞാൻ തിരിച്ചു വിളിക്കുന്നത്. എന്താ ഇക്കാക്ക വിളിക്കുന്നത്, ഇത്രയ്ക്ക് ബിസി, എന്താ കാര്യം, എന്താ ഇത്രയ്ക്ക് കോൾ വിളിച്ചത് എന്ന് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അത് ഉമ്മ മൗത്തായി എന്ന് പറഞ്ഞു. സോ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര പെട്ടെന്നൊരു ടെൻഷൻ കയറുന്നത്. എനിക്ക് ആരെങ്കിലും മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ മുമ്പേ ഉള്ളൊരു പ്രശ്നമാണ് പെട്ടെന്നൊരു ടെൻഷൻ കയറുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒന്നും വിചാരിക്കാത്ത കാര്യങ്ങളല്ലേ കേൾക്കുന്നത് രാവിലെ. അപ്പോൾ കുട്ടികളാണെങ്കിൽ സ്കൂളിലാണ്. ഞാൻ പെട്ടെന്ന് സ്കൂളിൽ വിളിച്ചു ഫോൺ. അപ്പോൾ എക്സാമായിട്ട് ഞാൻ കുട്ടികളെ കൂട്ടാൻ വരും 10 മണിക്ക്. പിന്നെ ഇവിടുന്ന് കോഴിക്കോട്, അതായത് പരപ്പനങ്ങാടി പോകണമെങ്കിൽ 365 കിലോമീറ്റർ ഉണ്ട്. എനിക്കൊറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് അവിടെ എത്താൻ പറ്റുന്ന കാര്യമല്ല. അത് തീർച്ചയായിട്ടും പറ്റുന്ന കാര്യമല്ല. കാരണം ഞാൻ പോകുന്നത് സ്ലോ ആണ്. അതിൽ അത്ര ലോങ് പോകാനുള്ള ധൈര്യം അഭിപ്രായം എനിക്കില്ല. സോ ഞാൻ എന്താക്കി, പെട്ടെന്ന് നമ്മൾ നാട്ടിലത്തെ ഒരാൾ വിളിച്ചു. സോ പെട്ടെന്ന് നമ്മൾ കേരള വരെ പോകണം, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അവളെ കാൽ പറഞ്ഞു, ഓക്കെ ഞാൻ വരാം, നീ വണ്ടി ഡ്രൈവ് ആക്കി ടൗണിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ സ്കൂളിലാണ്. അപ്പോൾ ഞാൻ കുട്ടിയുടെ ഡ്രസ്സൊക്കെ ബിഗ് പാക്കെല്ലാം ചെയ്ത് ഞാൻ വീട്ടുകാർ എല്ലാവരും ബ്ലാക്ക് പാക്കൊക്കെ ചെയ്തിട്ട് നേരെ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നു. എനിക്ക് പറ്റുന്നില്ല. ഞാൻ അപ്പോഴും ഫോൺ വിളിച്ച് പറഞ്ഞു എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ലാന്ന്. അപ്പം ഞാൻ ടൗൺ വരുവാ, അതിനുശേഷം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോൾ എടുക്കുന്ന സ്ഥലത്താണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ മൈൻഡിലൊന്നുമില്ല. അന്നത്തെ ദിവസം തന്നെ മുമ്പിലൊരു വണ്ടി, ബാക്കിലൊരു വണ്ടി, പിന്നെ ഞാൻ ഒരുപാട് വാർന്നടിച്ചു. മുമ്പിലൊരു വണ്ടി നിൽക്കുന്നുണ്ട്, എനിക്ക് പോകാൻ സ്പേസ് ഇല്ല. ഒരു സൈഡിൽ ഒരു കുഞ്ഞ് ഗ്യാപ്പാണ്, എവിടെ തട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഒരുപാട് ഓർമ്മടിച്ച് ആ വണ്ടി എടുത്തിട്ടേ ഇല്ല.
അപ്പോൾ ഞാൻ ഇതൊക്കെ ലോങ് എന്ന് ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഇങ്ങനെ തിരിച്ചപ്പോഴാണ് ഈ ബാക്ക് സൈഡ് പോയിട്ട് അവിടുത്തെ ഗേറ്റിലേക്ക് ടച്ചായി. ആ ടച്ചായി മാത്രമല്ല, ഞാൻ റിവേഴ്സ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് മൈൻഡിൽ ഒന്നുമില്ലല്ലോ, ബ്ലാങ്ക് ആണല്ലോ. റിവേഴ്സ് അതിനെയാണ് വണ്ടി തട്ടിന്ന് പറയും. റിവേഴ്സ് എടുക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ തന്നെ വീണിട്ട് വീണ്ടും അത് ക്രാഷായി. പിന്നെ ഇറങ്ങി നോക്കുമ്പോഴാണ് എനിക്ക് തട്ടിയതൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ക്യാമറ ഓൺ ആണ്, അതായത് അവർ ക്യാമറ ഓൺ ആണ്, അതിലൊരു സ്ക്രീൻ, അത് ഗ്രീൻ മാർക്ക് ഇപ്പോൾ വരാറുണ്ട്. ഞാനിപ്പോൾ മീൻസ് നമ്മൾ അവർ കാറിൽ ഗ്രീൻ മാർക്ക് വരാറുണ്ട്. എവിടെയെങ്കിലും ടച്ചാൽ എല്ലാവർക്കും തരും കിറ് പറഞ്ഞിട്ട്. അന്നത്തെ ദിവസം എല്ലാവർക്കും വരയില്ല. എന്തായി, ഗാഡി സ്ക്രാച്ചസ് ആയി, എല്ലാം മാറി. പിന്നെ ഒരുപാട് ആൾക്കാരോട് അവളൊക്കെ ഒരുപാട് ആൾക്കാർ ചുറ്റി ഉമ്മയുടെ ചീത്ത പറിച്ചോട്. ഞാൻ പറയുന്നു, ഉമ്മ നമുക്ക് ഫസ്റ്റ് മയ്യത്ത് നോക്കി വരാം, പിന്നെ എല്ലാം സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ബ്രദറിനോടൊന്നും ഞാൻ പറഞ്ഞില്ല. ബ്രദറിനോട് വന്ന ശേഷം പറയാമെന്ന് വിചാരിച്ചു. കാരണം ബ്രദറിൻ്റെ വണ്ടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഉമ്മ അതൊക്കെ ആ വണ്ടിയൊക്കെ ശരിയായ ശേഷം ഞാൻ ബ്രദറിനോട് ഒന്നും പറയാൻ. അവനക്ക് ടെൻഷനാവും. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയ വണ്ടി എൻ്റെ കയ്യിലൊരു വിശ്വാസത്തിൽ തന്നിട്ട് അതിങ്ങനെ ആയെന്ന് പറയുമ്പോൾ ആർക്കാണ് വിഷമമില്ലാത്തത്. ഫൈനലി ഞാൻ അവിടുന്ന് നാട്ടിലേക്ക് മയ്യത്തൊക്കെ നോക്കിയിട്ട് മൈൻഡ് ഫ്രീ ആയിട്ടൊക്കെ നാട്ടിലേക്ക് വന്ന് ഞാൻ ഒരു ഗ്യാരേജ് വിസിറ്റ് ചെയ്ത് ആ വണ്ടി കാണിച്ചപ്പോൾ 13,000 to 14,000 അല്ല 11,000 to 12,000 ആവുമെന്ന് പറഞ്ഞു. 2 days ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അനിയനോട് ഉമ്മണ്ണ അനിയനോട് പറയേണ്ടതെന്ന് പറഞ്ഞു. ഉമ്മണ്ണ അനിയനോട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അനിയൻ എനിക്ക് ഷൗട്ട് ചെയ്യൂ, എന്തിനാ അങ്ങനെ ചെയ്തേ, എന്തിനാ ഇങ്ങനെ ചെയ്തേ, ശ്രദ്ധിച്ചൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞില്ല. അവന് കാമായി കൂലായി പറഞ്ഞു, അത് പ്രശ്നമില്ല, ഇപ്പം പഠിക്കല്ലേ, ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഇന്ന് വണ്ടി എടുക്കാതിരിക്കരുത്, വണ്ടി എടുക്കണം എന്നുള്ളത്. ഞാൻ അന്ന് തീരുമാനിച്ചിരുന്നു, ഇനി ഞാൻ വണ്ടി തൊടൂല, ഇന്ന് ആ വണ്ടി അവിടെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ വീണ്ടും പറഞ്ഞതാണ്, വണ്ടി നീ എടുക്കണം, തൊടണം, വണ്ടി വിട്ട് പോകണം, അതൊരു തട്ടൽമുട്ടലൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെ പറഞ്ഞ് വണ്ടി വിടാതിരിക്കാൻ പാടില്ല. ഇപ്പോൾ ആ വണ്ടി നോക്കുമ്പോഴാണ് ഇപ്പോൾ 15 to 20 days അത് ഓർഡർ ചെയ്തിട്ട്, ആ വണ്ടീൻ്റെ ഡോർ ഓർഡർ ചെയ്തിട്ട്, അതായത് ഞാൻ ടാറ്റ മോട്ടോർ ഓൾറെഡി കാണിച്ചില്ലല്ലോ ഉള്ളൂ, അത് ഓർഡർ ചെയ്തിട്ട് 15 days ആയി. 15 days ആ വണ്ടി ഡോർ വരുന്നവരെ ഒരുപാട് ആൾക്കാർ ആ വണ്ടീനെ നോക്കിയിട്ട് സങ്കടപ്പെട്ടുന്നുണ്ട്. ഇത്രയും നല്ല രസമായി, പുതിയ വണ്ടി അങ്ങനെ ക്ലാഷ്, ഇത്ര സ്ക്രാച്ചസ് ആയി എന്നുള്ളത്, എന്ത് പറ്റി എന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു. വണ്ടി പ്രിയർ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അതുപോലെ തന്നെ. പക്ഷേ ആ ഒരു സ്ക്രാച്ചസ്, അത് എനിക്ക് എത്ര വണ്ടി ഞാൻ എടുക്കാനേ പേടിയായിരുന്നു. ആഫ്റ്റർ ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വണ്ടി എടുക്കില്ല എന്ന് തീരുമാനിച്ചത്. പിന്നെ ഞാൻ മെല്ലെ എടുത്ത് ലാസ്റ്റ് വീക്ക് ഞാൻ ഒരുപാട് ലോങ് പോയി. 75 kilometers 150 kilometers പോയി. അതുപോലെ ലോങ് വേ ആൻഡ് ഷോർട്ട് കട്ട് വേ, അങ്ങനെ ഒരുപാട് ഇരിട്ടി നടക്കുന്ന വേ എല്ലാം പോയി ഇപ്പോൾ എക്സ്പേർട്ടായി. അപ്പോഴേക്കും ഒരുപാട് ജലസി ആൾക്കാരുണ്ടാവും. കാരണം എനിക്കാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുന്നത് എൻ്റെ ബ്രദറാണ്, അറിയാവുന്ന കാര്യമാണ്. സോ വണ്ടിയും വീടും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് ജലസ് ആൾക്കാരുണ്ടാവും. സോ അവൾക്ക് എന്താ പ്രശ്നം, വണ്ടിയായി വണ്ടി ഉണ്ടതല്ല അവർ തന്നെയാണ്, പക്ഷെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതാണ്. പക്ഷേ കുത്തി അവരോട് പറയും, എന്താ അവളിപ്പോൾ ഭയങ്കര ബിന്ദാസാണല്ലോ, വണ്ടിയിൽ പോവുക, നല്ല ഫുഡും നല്ല കാര്യങ്ങളും, ലേസിയായി ജീവിക്കുക. അവിടെ ഒരുപാട് നെഗറ്റിവിറ്റികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ ഫാമിലി ആരും മൈൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഫാമിലിയോട്ടെ ആറ് വേണമെങ്കിൽ ആവട്ടെ, ഫാമിലി ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, ഞാൻ ആരും പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ആരാണ് പറയുന്നത്, നിങ്ങൾക്കുള്ള സ്നേഹം നമ്മളോടാവട്ടെ, നമ്മളെ അണിയനോടാവട്ടെ, അല്ല നമ്മളെ ഫാദറിനോടാവട്ടെ, നമ്മളെ ഫാമിലിക്കാരോടാവട്ടെ, നിങ്ങൾക്കുള്ള സ്നേഹം ഇവിടെ നിന്ന് മാത്രമായിരിക്കും. പക്ഷെ നമ്മൾക്കുള്ള സ്നേഹം ഇവിടെ നിന്ന് വന്നതാണ്. ചെറുപ്പം മുതൽ നമ്മൾ സ്നേഹിച്ച് അവരെ വളർത്തിയതാണ് വലുത് വരെ. അപ്പോൾ അവർക്ക് നമ്മളെങ്ങനെയാണോ, ഞങ്ങൾക്ക് അവരെങ്ങനെയാണോ, നമ്മൾ അവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, നമ്മൾ അവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, അവർക്ക് ഞങ്ങളെങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്ന് നന്നായിട്ട് നമുക്കറിയാം. മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് നമ്മളെ ഫാമിലിൻ്റെ പറ്റി ആരും പരദൂഷണം പറഞ്ഞിട്ട്, അല്ല കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് അവർക്ക് ജഡ്ജ് ചെയ്യുന്ന ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും ഫുഡിനോ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം. പക്ഷേ നമ്മൾ സന്തോഷത്തിലിരിക്കുമ്പോൾ കുത്തിത്തിരിപ്പിരിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരോട് പറയാണ്, ഒന്നും നടക്കൂല മക്കളെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നല്ല സ്നേഹിക്കുന്നത്, ഇവിടെ നിന്നാണ്. അതൊന്നും മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ലൈഫിൽ തേർഡ് പേഴ്സണിൻ്റെ
യാതൊരു സംസാരം ഇവിടെ കേട്ടാൽ ഇവിടെ വിടുന്ന ആൾക്കാരാണ്. നമ്മളെ ഫാമിലി എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എല്ലാവർക്കും അല്ലട്ടോ പറയുന്നത്, എൻ്റെ വീഡിയോ കാണുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു കുത്തിരിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കാണ് കേട്ടോ. അതായത് ആരെന്ന് ഞാൻ പറയൂല, കുത്തിത്തിരിപ്പ് ആക്കുന്നവർക്കാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തത് ಇನ್ನೊಂದು ಕಾರ್ಯ, ഇവൻ തേർഡ് പേഴ്സൺ വന്നു നമ്മളെ കാര്യം പറയുമ്പോൾ അതൊരു 10 മിനിറ്റ് കേട്ട് നിൽക്കും. പിന്നെ അവർ തന്നെ മനസ്സിലാക്കും നമ്മൾ എങ്ങനെയാണ്, നമ്മൾ വളർന്ന ജീവിതം എങ്ങനെയാണ്, നമ്മൾ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ്, നമ്മളെ കൂടെ ആരുണ്ടായിരുന്നു, നമ്മളെ കൂടെ ആരില്ലായിരുന്നു, എല്ലാം ചിന്തിച്ചിട്ട് പിന്നോടാണ് നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ലൈഫ് മുന്നോട്ട് വരുമ്പോഴും കുത്തുവാക്ക് പറയാന്നുള്ളത് നമുക്ക് മനസ്സിലാകുമ്പോൾ തന്നെ നമ്മളത് ഇവിടുന്ന് കേട്ട് ഇവിടെ വരും. പിന്നെ അവർക്കായിരിക്കും നമ്മൾ എഗസ്റ്റ് ആവുന്നത്, അവരായിരിക്കും നമ്മൾ ഏറ്റവും വലിയ ശത്രു ആവുന്നത്. അപ്പോൾ ഒരു ഫാമിലി തകർത്തുന്ന കാര്യം ആരും പറയാതിരിക്കുക. ഇത്രയാണ് അത് എൻ്റെ ലൈഫിൽ റീസെൻ്റ്ലി സംഭവിച്ചതൊക്കെ അറിയാണ്. പക്ഷെ നമ്മളെ ഫാമിലി എപ്പോഴും ഇങ്ങനെ തന്നെ, നിങ്ങളൊരിക്കലും ആവില്ല കേട്ടോ. അങ്ങനത്തെ സിറ്റുവേഷൻ വരവുമില്ല. കാരണം നമ്മൾ ഇത്രയും വർഷങ്ങൾ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ച ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ ജലസങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കോലെടുക്കുക, നിങ്ങൾക്ക് അങ്ങനെ ദേഷ്യം നിങ്ങളെ തലമുറയ്ക്ക് ഇങ്ങനെ കുത്തി ആ ദേഷ്യത്തിരിക്കുക. മറ്റുള്ള ഫാമിലിൻ്റെ തകർത്തണമെന്നുണ്ടെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ് ഗൈസ്. നിങ്ങൾക്കല്ല ഒരു 1% ആൾക്കാർ വന്നിട്ട് നമ്മളെ ഫാമിലിയിൽ നിന്ന് പിരിക്കാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇന്നൊരു കാര്യം പറയാം, നിങ്ങൾ നോക്കുന്നത് നമ്മൾ 24 hours വീഡിയോ അല്ല. ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഹാപ്പിനെസ് മാത്രമാണ്. നമ്മൾ ദുഃഖങ്ങളും സാഡ് അതൊന്നും ഷെയർ ചെയ്യാറില്ല. നമ്മൾ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യും അതും ഷെയർ ചെയ്യാറില്ല. അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഹാപ്പിയാണ്, അത്ര പറയില്ല, ഞങ്ങൾ ഹാപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.